സോഷ്യൽ മീഡിയയിൽ എന്ത് പ്രതികരിക്കുന്നു, എന്ത് ലൈക്ക് ചെയ്യുന്നു എന്നുള്ളതിനപ്പുറം സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവർ കാണിക്കുന്ന പക്വത കുറവാണ് ഇതിൻ്റെ പരാജയത്തിന് കാരണം. വലിയൊരു റേഞ്ചുള്ള ഒരു സംഭവമാണ്. പക്ഷേ ഇതിൻ്റെ റേഞ്ച് ഇന്ന് എവിടെയാണ് എത്തിയിരിക്കുന്നതെന്ന് വെച്ചാൽ വൈകാരികമായ പ്രതികരണങ്ങൾക്ക് വളരെയധികം ലൈക്ക് കിട്ടുകയും അത് ഒരു പക്ഷേ ഒരു പരിധിവരെ വിജയിക്കും. ഡൽഹിയിലെ കേസ് പോലെ അത് ഒരു നല്ല കാര്യത്തിനായിരുന്നുവെങ്കിൽ വൈകാരികമായ പ്രതികരണത്തിന് കൂടിയുള്ള വേദിയാണല്ലോ സോഷ്യൽ ആണ്. പക്ഷേ അതിൻ്റെ പരിമിതി എന്താണെന്ന് വെച്ചാൽ വൈകാരികമായ പ്രതികരണങ്ങൾ മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അങ്ങനെയുണ്ടോ? അങ്ങനെയുണ്ടോ? അതായത് പക്വതയോടുകൂടി ഇടപെടുക എന്ന് പറയുന്നത് ഗൗരവമായി ഇടപെടുക എന്നത് മാത്രമാണോ? അതായത് സോഷ്യൽ മീഡിയ കുറെ കൂടി വൈകാരികമായ ഒരു സ്പേസ് എന്ന നിലയിൽ നമുക്ക് സംവദിക്കാനൊക്കെയുള്ള ഒരു മീഡിയം എന്ന നിലയിൽ കൂടി അതിനെ നമ്മൾ പരിഗണിക്കണ്ടേ? ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ലോഗിൻ ചെയ്യുന്ന എല്ലാവരും പക്വതയുള്ളവരാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതൊരു ഞാൻ പറഞ്ഞില്ല, ഒരു സമൂഹത്തിൻ്റെ പരിച്ഛേദമാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ഒരാൾ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ, ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ കമൻറ്റുകൾ കൊണ്ട് അദ്ദേഹത്തിനെ മാനസികമായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം നമ്മുടെ രാഷ്ട്രീയത്തിലേക്ക് മാറ്റാൻ സാധിക്കുമെന്നുള്ള ഒരു മിഥ്യാധാരണയിലാണ് സോഷ്യൽ മീഡിയയിൽ ഇന്ന് ആളുകൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പോസ്റ്റ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ കമൻറ്റുകൾ വരുന്നത് അതിൻ്റെ ചാവേറുകളായ കുറേ ആളുകൾ അതിനൊരു പോസ്റ്റ് ഇടുന്നു, അതിന് മറുപടി പറയുന്നു, പിന്നെ EMSൻ്റെ ഭരണത്തിലേക്ക് പോകുന്നു, പിന്നെ EMSും ലീഗും തമ്മിൽ വന്ന അപ്പോൾ ഇതിൻ്റെ ചർച്ചകളെല്ലാം വഴിമാറി പോയിട്ട് അവസാനം വന്ന് നിൽക്കുന്നത് നീ പോടാ ചൈനീസ് ചാര, നീ പോടാ പാകിസ്ഥാൻ തീവ്രവാദി എന്ന് പറയുന്നിടത്ത് നമ്മൾ മിണ്ടാതെ ഇരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് സോഷ്യൽ മീഡിയയിലെ ഇടപെടലുകൾ എത്തുന്നത്. അപ്പോൾ അതായത് ഒരാളുടെ എങ്ങനെ അടപ്പിക്കാം എന്നുള്ളത് മറുഭാഗം ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ല, ഈ ഒരു ട്രെൻഡ് പ്രവാസികൾക്കിടയിലാണോ കൂടുതലുള്ളത്? അല്ല, അങ്ങനെ ആ ഒരു ട്രെൻഡ് എല്ലാ ആളുകളും, അതായത് പ്രവാസികളാണെങ്കിൽ ഈ നാട്ടിൽ നിന്ന് വരുമ്പോൾ എനിക്ക് എൻ്റേതായ രാഷ്ട്രീയമുണ്ട്. ഞാനത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കമൻറ്റ് ഞാൻ നെവർ മൈൻഡ് ആക്കുന്നതാണ് ഒരു സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത്. അതിന് പ്രതികരിക്കാൻ പോയാൽ നമ്മുടെ ഓഫീസിൽ ചെയ്യുന്ന ജോലിനെ ബാധിക്കും, വീട്ടിൽ വന്നാൽ നമ്മുടെ ഫാമിലിയെ ബാധിക്കും. സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റിനെ സംബന്ധിച്ച് അതാണോ ഏറ്റവും നല്ലത്? യഥാർത്ഥത്തിൽ ഒരുത്തൻ്റെ വ്യക്തിത്വവും അവൻ്റെ ഹൃദയത്തിൻ്റെ നർമ്മതയും അനുസരിച്ച്, അല്ല മൃദുലതയും അനുസരിച്ചിരിക്കും ഈ വിഷയങ്ങൾ. അവൻ പറയുന്നത് അവൻ്റെ ഓഫീസിൽ അവനെ അസ്വസ്ഥത ഉണ്ടാക്കാൻ മാത്രം ഉതകുന്ന റിപ്ലൈ ആണ് അവൻ്റെ പോസ്റ്റിന് വരുന്നത് എങ്കിൽ അത് അവനാ സോഷ്യൽ മീഡിയയിൽ വരാതിരിക്കുന്നതാണ് നല്ലത്. ഏതായാലും സോഷ്യൽ മീഡിയ ഒരു ബാറ്റിൽ ഫീൽഡ് തന്നെയാണ് ഒരർത്ഥത്തിൽ. അത് അവൻ പറയുന്നു, അതിന് മറുപടി വരുന്നു, അതിന് തിരിച്ചു പറയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളാണ് ഇതിൽ അതിജീവിച്ചു പോകുന്നത്. കുട്ടികളും ഫാമിലിയും മൂല്യ തകർച്ചയിലേക്കാണ് കൂടുതൽ പോകുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. കൂടുതൽ ഫാമിലി പ്രോബ്ലംസ് വരുന്നതും ഫാമിലി മീഡിയയിലൂടെയാണ്. അതുപോലെ ടീനേജ് പ്രായമുള്ള കുട്ടികൾ ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത് കൊണ്ട് ലവ് അഫെയറിലേക്കും കൂടുതലായി പോകുന്നതാണ്. അത് ലളിതമായി പറഞ്ഞാൽ സോഷ്യൽ മീഡിയ പിന്നെ പുതുതലമുറയെ വഴിതെറ്റിക്കുന്നു. റീസെൻ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും, എന്നും ഉണ്ടായിട്ടുണ്ട് നന്മ തിന്മകൾ തമ്മിലുള്ള പോരാട്ടം. ഇപ്പോഴും ഫേസ്ബുക്ക് വന്നതോടുകൂടി ഈ ആശയം, അതായത് മറ്റുള്ളവരുമായിട്ട് ആശയവിനിമയം നടത്താൻ എളുപ്പമായിരിക്കുകയാണ്. ഒരു അപരിചിതനുമായിട്ട് എത്രയോ റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടിരിക്കുന്നു. കാണാത്ത ഒരു വ്യക്തിയുമായി പ്രണയത്തിലായി പെൺകുട്ടി വളരെ ദൂരസ്ഥലത്ത് എത്തുന്നു. അതുപോലെ വീട്ടമ്മമാർ ഭർത്താവിനെയും കുട്ടികളെയും ഉപേക്ഷിച്ച് പോകുന്നു. അതൊക്കെ ഈ സോഷ്യൽ മീഡിയയുടെ മോശപ്പെട്ട ഇമ്പാക്റ്റുകളിൽ ഒന്ന് തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ അത് ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഇങ്ങനെ മോശപ്പെട്ട ഒരു ഇമ്പാക്റ്റ് സമൂഹത്തിൽ ഇത് ഉണ്ടാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ ഇവിടെ ഗൾഫിൽ തന്നെയാണെങ്കിലും സ്മാർട്ട് ഫോണുകളുടെ വരവോടുകൂടി വാഹനം ഓടിക്കുമ്പോൾ പോലും സ്മാർട്ട് ഫോൺ വെച്ചിട്ട് ഡാറ്റ കൈമാറ്റം നടത്തുകയാണ്, അതിലൂടെ ചാറ്റ് ചെയ്യുകയാണ്, അപകടങ്ങൾ ഉണ്ടാകുന്നു. ഓഫീസിൽ പോയി കഴിഞ്ഞാലും ജോലിയെ ബാധിക്കുന്നു. ഓഫീസിലെ തിരക്ക് കഴിഞ്ഞ് വീട്ടിലെത്തിക്കഴിഞ്ഞാലും അവിടെയും ഫേസ്ബുക്കിൽ കുത്തിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വാട്സാപ്പിൽ മുഴുകിയിരിക്കുകയാണ്. കുടുംബ ബന്ധങ്ങളിൽ ഇത്തരത്തിൽ, അതാണ് പക്വത എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ സ്വാതന്ത്ര്യത്തെ ഹനിക്കൽ അല്ല, പക്വമായിട്ടുള്ള സോഷ്യൽ മീഡിയയുടെ ഉപയോഗമാണ് ഏറ്റവും അനിവാര്യം. അത് ഇതുവരെയും മലയാളികൾ എത്തിപ്പെട്ടിട്ടില്ല. സോണിയ വഴിതെറ്റിക്കുന്നുണ്ടോ? യുവതലമുറയെ വഴിതെറ്റിക്കുന്നതിൽ സോഷ്യൽ മീഡിയ മാത്രമാണ് പങ്കുവഹിക്കുന്നതെന്ന് എനിക്ക് അഭിപ്രായം. സോഷ്യൽ മീഡിയ മാത്രമാണെന്ന് പറഞ്ഞിട്ടില്ല, സോഷ്യൽ മീഡിയ വലിയൊരു പങ്ക് വഹിക്കുന്നു. അത് സ്വാതന്ത്ര്യമാണ്, ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഒരു കാര്യം കൂടെ നമുക്ക് നോക്കേണ്ടതുണ്ട്. പണ്ട് കാലത്ത് നടക്കുന്ന ഈ പറഞ്ഞ പോലെ ലവ് അഫെയർസ് അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ആ ഒരു ചെറിയ സമൂഹത്തിൽ മാത്രം അറിഞ്ഞ് പുറത്തു പോയിട്ടുള്ളൂ. പക്ഷെ ഇപ്പം സോഷ്യൽ മീഡിയസിലൂടെ ഏറ്റവും മൈന്യൂട്ടായിട്ട് നടക്കുന്ന ഈച്ച് ആൻഡ് എവറിത്തിങ് നമ്മൾ ഓരോരുത്തരും അറിയുന്നു, അതിന് കൂടുതൽ പ്രചാരം ലഭിക്കുന്നുണ്ട്. നിങ്ങൾ ഇന്നേ വരെ സോഷ്യൽ മീഡിയയിലൂടെ ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടോ? വഴിതെറ്റി പോകുന്നതിനെ പറ്റിയിട്ട് ഒരു അവയർനെസ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടോ? ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചു, ഇത് തന്നെ സോഷ്യൽ മീഡിയയുടെ മാത്രം ഒരു പ്രശ്നമല്ല എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ എന്താ പറയുക,
ആഭിചാരത്തിൻ്റെ ഒരു അതിപ്രസരണത്തിലാണ് സോഷ്യൽ മീഡിയ നിൽക്കുന്നത് എന്ന് എന്തുകൊണ്ട് പറയേണ്ടി വരുന്നു എന്ന് ചോദിച്ചാൽ, ഒരു വ്യക്തിയുടെ ഏറ്റവും രഹസ്യമായ തലമാണ് അവൻ ഉറങ്ങിക്കിടക്കുമ്പോഴുള്ള അവൻ്റെ പുതപ്പിനടി. ആ പുതപ്പിനടിയിൽ വെച്ചുകൊണ്ട് അവൻ മൊബൈലിൽ മറ്റുള്ളവരുടെ സ്വകാര്യതകൾ കാണാനുള്ള അവസരം ഇപ്പോഴാണുള്ളത്. മുമ്പ് കാലങ്ങളിൽ ആ ഒരു സാഹചര്യത്തിലേക്ക് അവൻ എത്തിച്ചേരുമായിരുന്നില്ല. ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ, അല്ലെങ്കിൽ ഭർത്താവട്ടെ ഭാര്യ ആവട്ടെ, ഈ ഒരു സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്ന ഒരു സോഷ്യൽ ആക്ടിവിസത്തിനെ നമ്മൾ എന്തുകൊണ്ട് ഇപ്പോഴത്തെ സമൂഹത്തിൻ്റെ ഒരു വിഷയമല്ല, പണ്ടേ ഉള്ളതാണ് എന്ന് നമ്മൾ പറയേണ്ടി വരുന്നു എന്നുള്ളത് പ്രധാനമായൊരു ചോദ്യമാണ്. ഇപ്പോൾ മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള നേരിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കുറയുന്നു. അതിൽ കുട്ടികൾ നേരിട്ട് റേഡിയോ സ്റ്റേഷൻ, വക്കീലിൻ്റെ ഓഫീസ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഫോൺ വിളിക്കുകയാണ്, എനിക്ക് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഇത്തരത്തിലുള്ള പ്രവൃത്തിയിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമെന്ന്. അതെ, അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. ഒരു കുട്ടി 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് ചോദിക്കുന്നത്, എന്നോടൊപ്പം ചിലവഴിക്കാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും സമയമില്ല എന്നാണ് ഒരു കുട്ടി പറയുന്നത്. ഇത് ആ ഒരു കുട്ടി നമ്മുടെ ഓഫീസിലേക്ക് വിളിക്കണമെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള നിരവധി കുട്ടികൾ ഈ സമൂഹത്തിലുണ്ടാകും. പറയാനുള്ളത്, ഇത് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ചുറ്റും നിങ്ങളെ സ്നേഹിക്കുന്നവരുണ്ട്, അത് മറന്ന് ഫേസ്ബുക്കിൽ പോകരുത്. ഫേസ്ബുക്ക് വളരെ നല്ല രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. നല്ലൊരു പ്ലാറ്റ്ഫോമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അത് നല്ല രീതിയിലുള്ള പോരാട്ടങ്ങൾക്ക്, ഇന്ന് ഈ ലോകത്ത് വലിയ വിപ്ലവങ്ങൾക്ക് സാധ്യതയുണ്ട്. അത് ആയുധമെടുത്തുകൊണ്ടുള്ള വിപ്ലവമല്ല, ആശയത്തിൻ്റെ വിപ്ലവമാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ഫേസ്ബുക്ക് ഉപയോഗിക്കേണ്ടതെന്നുള്ളതാണ്. അതായത് നമ്മൾ ഈ ചർച്ച കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ലൈക്ക് ചെയ്യണം, എന്ത് ഷെയർ ചെയ്യണം, എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇവിടെ അദ്ദേഹം പറഞ്ഞതുപോലെ പക്വതയോടുകൂടിയുള്ള ഒരു ഇടപെടൽ, ക്രിയാത്മകമായ ഒരു ഇടപെടൽ എങ്ങനെ വേണം എന്ന് പ്രവാസികൾക്ക് മുന്നിൽ നമുക്ക് ഒരു ആശയം, ഒരു ഐഡിയ മുന്നോട്ടേക്ക് വെക്കാൻ പറ്റുമോ? അതിൽ സാധിക്കുന്നത് അവനവൻ്റെ അഭിപ്രായം അവനവൻ തുറന്നു പറയുകയും അതിൽ വരുന്ന എതിരഭിപ്രായങ്ങൾ വിലയേൽക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒന്ന്. 2, അത്തരത്തിലുള്ള ആളുകളുടെ ഐക്യത്തോടു കൂടിയുള്ള ഒരു നന്മയ്ക്ക് വേണ്ടിയുള്ള അക്രമം. നന്മയ്ക്ക് വേണ്ടിയുള്ള ആ വാക്ക് അക്രമം എന്നാണോ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കുറച്ച് ആളുകൾ നന്മ പ്രചരിപ്പിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങുക എന്നുള്ള, ഇതിലൂടെ നാട്ടിലേക്ക് നമ്മുടെ വിഷയങ്ങൾ അറിയിക്കുക. അല്ല എങ്കിൽ സംഭവിക്കുന്നത് സൗഹൃദം, കാണാതെ പോയവരെ കണ്ടെത്തൽ, ബ്ലഡ് ഡൊണേഷൻ, ഇത്തരം കാര്യങ്ങളിൽ മാത്രമായി സോഷ്യൽ മീഡിയ ഒതുങ്ങിപ്പോകും എന്നുള്ള ഒരു ഭയവും ഞാൻ മുന്നിൽ കൺക്ലൂഡ് ചെയ്യാം. ഇപ്പോൾ ഉള്ള സോഷ്യൽ മീഡിയ വളരെയധികം പ്രതികരിക്കുന്ന ആൾക്കാരുള്ളതാണ്. അത് അങ്ങനെ തന്നെ പോകട്ടെ എന്നാണ് എൻ്റെ ഒരു വിശ്വാസവും. എൻ്റെ അതിലൊരു കറക്ഷനൊന്നും ആവശ്യമില്ല. എന്തിനാ എൻ്റെ കറക്ഷൻ്റെ ഒരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. ഒരു ഓപ്പൺ സ്പേസ് എന്ന നിലയിൽ ഓപ്പൺ സ്പേസ് എല്ലാവരും അവനവൻ്റെ സംസ്കാരം അവനവൻ കാണിക്കട്ടെ, അതല്ലേ വേണ്ടത്. ഇത് കുറെ കൂടി പക്വതയോടുകൂടിയുള്ള ഒരു ചർച്ചാവേദിയായി സോഷ്യൽ മീഡിയ മാറണം എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. ഞാൻ ശ്രീ അജയൻ്റെ അഭിപ്രായത്തോട് യോജിക്കുകയാണ്. മറ്റ് മീഡിയകളെ അപേക്ഷിച്ച് പൊതുമാധ്യമങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾക്ക് ആർക്കും ഒരു വ്യക്തിപരമായ അഭിപ്രായം പറയാനുള്ള സ്പേസ് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലില്ല. അവരെല്ലാവരും അവരുടെ ക്രോഡീകരിക്കപ്പെട്ട ഒരു അഭിപ്രായമാണ് നമുക്ക് മുന്നിലേക്ക് വയ്ക്കുന്നത്. ഓരോ വ്യക്തിക്കും സ്വന്തമായിട്ട് അഭിപ്രായം പറയാനുള്ള ഒരേ ഒരു മാധ്യമം ഇപ്പോഴും നവമാധ്യമങ്ങൾ മാത്രമാണ്. വൈകാരിക സ്വാതന്ത്ര്യമുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, രാഷ്ട്രീയമുണ്ട്. അതിനെല്ലാം പ്രതിഫലിപ്പിക്കാനുള്ള ഒരു വേദിയായി, ഒരു തുറന്ന ഫോറമായി തന്നെ നവമാധ്യമങ്ങൾ മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലതെന്ന്. റൈറ്റ്. ആവിഷ്കാരത്തിനുള്ള അനന്തമായ സാധ്യതകൾ തുറന്നിടുന്നുണ്ട് നവസാമൂഹ്യ മാധ്യമങ്ങൾ. ഇതിനെ ക്രിയാത്മകമായി എങ്ങനെ ഉപയോഗിക്കണം എന്നതാകട്ടെ പ്രവാസ ലോകത്തിന്റെ ആലോചന. ഗൾഫ് സമിറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.